ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ എന്താണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ, ക്യാപിറ്റൽ അസറ്റ് എന്താണ്, ട്രാൻസ്ഫർ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത്. ഏതെല്ലാം ടൈപ്പ് ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ട് അല്ലേ? ഇനി നമ്മളതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിലേക്കാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പോകുന്നത്. ഹൗ ടു കമ്പ്യൂട്ട് ദി ക്യാപിറ്റൽ ഗെയിൻസ്, നമ്മൾ എങ്ങനെയാണ് ക്യാപിറ്റൽ ഗെയിൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. സെക്ഷൻ 48-നകത്താണ് ക്യാപിറ്റൽ ഗെയിൻ്റെ കാൽക്കുലേഷനെ കുറിച്ചുള്ള പരാമർശമുള്ളത്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ നമുക്ക് രണ്ട് തരത്തിലുള്ള ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ട് അല്ലേ? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഷോർട്ടായിട്ട് STCG എന്ന് പറയാം, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് LTCG എന്ന് പറയാം. അപ്പോൾ അതിൽ എന്താണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ, ഹൗ ടു കമ്പ്യൂട്ട് ദി ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. അത് നമ്മളിവിടെ ഒരു ഫോർമുല പഠിക്കുന്നുണ്ട്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഈസ് ഈക്വൽ ടു ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ മൈനസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ പ്ലസ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് പ്ലസ് സെല്ലിംഗ് എക്സ്പെൻസസ്. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്ന എമൗണ്ടിൽ നിന്ന് താഴെ പറയുന്ന മൂന്ന് എമൗണ്ടുകൾ അല്ലേ, കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും സെല്ലിംഗ് എക്സ്പെൻസസും, അത് മൂന്നും കൂടെ കൂട്ടി കിട്ടുന്ന എമൗണ്ട് കുറച്ചാൽ വരുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയും. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഈസ് ഈക്വൽ ടു ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ മൈനസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ പ്ലസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് പ്ലസ് സെല്ലിംഗ് എക്സ്പെൻസസ്. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്ന എമൗണ്ടിൽ നിന്ന് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും സെല്ലിംഗ് എക്സ്പെൻസസും കൂട്ടുന്ന സമയത്ത് വരുന്ന ടോട്ടൽ എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു രണ്ട് ഫോർമുലയും കമ്പയർ ചെയ്യുമ്പോൾ കാണുന്നൊരു വ്യത്യാസം, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആവുന്ന സമയത്ത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എന്നാണ് കാണുന്നത്. അതേ സമയത്ത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആകുമ്പോൾ അതെങ്ങനെ വരുന്നുണ്ട്, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്നും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എന്നും വരുന്നു. എന്തുകൊണ്ടാണ് ഇത് വരാനുള്ള കാരണം? ഇനി നമ്മൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആകുമ്പോൾ അവിടെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഉണ്ട്, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും ഉണ്ട്. നമ്മൾ എങ്ങനെയാണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുക? അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു CII ഫോർ ദി ഇയർ ഓഫ് ട്രാൻസ്ഫർ ഡിവൈഡഡ് ബൈ CII ഫോർ ദി ഇയർ ഓഫ് അക്വിസിഷൻ എന്നുള്ള ഒരു ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്ന എമൗണ്ടിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന വർഷത്തെ CII കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് അത് അക്വയർ ചെയ്ത വർഷമുള്ള CII കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യണം. അന്നേരം കിട്ടുന്ന റിസൾട്ടാണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ. ദെൻ ഹൗ ടു കമ്പ്യൂട്ട് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇൻറ്റു CII ഫോർ ഇയർ ഓഫ് ട്രാൻസ്ഫർ ഡിവൈഡഡ് ബൈ CII ഫോർ ഇയർ ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്ന എമൗണ്ടിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന വർഷമുള്ള CII കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടിനെ ഇംപ്രൂവ് ചെയ്യുന്ന വർഷത്തെ CII കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് വരുന്ന എമൗണ്ടിനെയാണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സിമ്പിളായിട്ട് ഇതിൻ്റെ ഒരു ബ്രീഫ് ഡിസ്കഷനിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതിന് വേറെ നമ്മൾ കൃത്യമായിട്ടുള്ള ഡെഫിനേഷൻ വേറെ എക്സ്പ്ലനേഷൻ വേറെ ഉണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു അസറ്റ് സെയിൽ ചെയ്യുകയാണെങ്കിൽ, വിൽക്കുകയാണെങ്കിൽ വിൽക്കുന്ന സമയത്ത് കിട്ടുന്ന കൺസിഡറേഷൻ എമൗണ്ടിനെയാണ്, സെല്ലിംഗ് പ്രൈസിനെയാണ് എന്ത് പറയാം, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയാം. ആ വിൽക്കുന്ന സമയത്ത് കിട്ടുന്ന അതിൻ്റെ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് താഴെ പറയുന്ന മൂന്ന് എക്സ്പെൻസുകൾ കുറക്കുന്നു. ഒന്ന്, ഈ അസറ്റ് അക്വയർ ചെയ്ത, അത് വാങ്ങിച്ച അല്ലെങ്കിൽ അത് നിർമ്മിച്ച ആ സമയത്തുള്ള അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് എത്രയാണോ ആ എമൗണ്ടും, ഇനി
വാങ്ങിയ ശേഷം അതിനകത്ത് വല്ല ഇമ്പ്രൂവ്മെൻ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ, വല്ല അഡീഷൻസും ഈ വാങ്ങിയ ആൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന് വേണ്ടി വന്ന കോസ്റ്റ് എത്രയായിരുന്നോ അതും, ഇനി ഈ അസറ്റ് വിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ബ്രോക്കറേജോ കമ്മീഷനോ അതുപോലെ വല്ല സെല്ലിംഗ് എക്സ്പെൻസും വന്നിട്ടുണ്ടെങ്കിൽ അതും കുറച്ച് കഴിഞ്ഞ് ബാക്കി വരുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയാം. മനസ്സിലായല്ലോ അല്ലേ? സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് ഓഫ് പർച്ചേസ് ഓർ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസസ്, ഈ 3 ഐറ്റംസ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 4 ടേമുകളും ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്, സെല്ലിംഗ് എക്സ്പെൻസസ്, ഇത് 4 നമുക്ക് ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടുന്ന ടേമുകളാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മൾ ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവിടെ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ആ ട്രാൻസ്ഫർ ചെയ്യുന്ന അസറ്റ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റാണോ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റാണോ എന്നുള്ളതാണ്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ റിസൾട്ട് എന്തായിരിക്കും? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും അല്ലേ? ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ റിസൾട്ട് വരുന്നത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും. അപ്പോൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആകുന്ന ഒരു അസറ്റിന് മാത്രമാണ് നമ്മൾ ഈ ഫോർമുല ഉപയോഗിക്കുക. ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ കാണിക്കാം എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഇവിടെ കാണുന്ന ഒരു എക്സാമ്പിളിൽ 2018 ഓഗസ്റ്റ് 25-ന് ഒരു ലാൻഡ് പർച്ചേസ് ചെയ്യുന്നു, ഒരു പീസ് ഓഫ് ലാൻഡ് പർച്ചേസ് ചെയ്യുന്നു. 10 ലക്ഷം രൂപയാണ് അതിന് ആ സമയത്ത് വരുന്ന കോസ്റ്റ്. 2019 മെയ് 15-ന് ഈ ലാൻഡ് 12 ലക്ഷം രൂപക്ക് വിൽക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്കറിയാവുന്ന പോലെ തന്നെ ലാൻഡ് എന്ന് പറയുമ്പോൾ ഒരു ക്യാപിറ്റൽ അസറ്റാണ് അല്ലേ? അത് 2019 മെയ് 15 വിൽക്കുന്നു. 2018 ഓഗസ്റ്റ് 25-നാണ് ലാൻഡ് വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ ലാൻഡ് എന്ന് പറയുന്ന ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന അസറ്റ് ഷോർട്ട് ടൈം അസറ്റാണോ ലോങ് ടൈം അസറ്റാണോ എന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ അതിൻ്റെ ക്രൈറ്റീരിയ പറഞ്ഞു. സാധാരണഗതിയിൽ ഒരു അസറ്റ് ഷോർട്ട് ടൈമോ ലോങ് ടൈമോ തീരുമാനിക്കുന്ന ഡ്യൂറേഷൻ 36 മാസങ്ങളാണ്, 3 വർഷങ്ങളാണ്. എന്നാൽ എല്ലാ കേസിലും അങ്ങനെയല്ല അല്ലേ? ചില സമയങ്ങളിൽ അത് 12 മാസമാണ്, ചില സമയങ്ങളിൽ അത് 24 മാസമാണ്. ഇവിടെ നമ്മൾ ലാൻഡ് എന്ന് പറയുന്ന അസറ്റാണ് പർച്ചേസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ലാൻഡോ ബിൽഡിങ്ങോ ലിസ്റ്റ് ചെയ്യപ്പെടാത്ത കമ്പനിയുടെ ഷെയറോ ആണെങ്കിൽ 24 മാസമാണ് ഡ്യൂറേഷൻ. 2 കൊല്ലം വരെ, ഈ വാങ്ങിയ ഡേറ്റ് മുതൽ വിൽക്കുന്ന ഡേറ്റ് വരെയുള്ള സമയം, അത് 2 കൊല്ലം വരെയാണെങ്കിൽ ആ അസറ്റ് എന്താണ്? ഷോർട്ട് ടൈം ആയിട്ടുള്ള ക്യാപിറ്റൽ അസറ്റാണ്. 2-ൽ കൂടുതൽ വർഷമായിട്ടുണ്ടെങ്കിൽ ലോങ് ടൈം ആയിട്ടുള്ള ക്യാപിറ്റൽ അസറ്റാണ്. അപ്പോൾ 2018 ഓഗസ്റ്റ് 25-ന് വാങ്ങി 2019 മെയ് 15-ന് വിൽക്കുക എന്ന് പറയുമ്പോൾ 1 വർഷം പോലും ആയിട്ടില്ല അല്ലേ? കാരണം ഓഗസ്റ്റ് ആണ് 1 വർഷമാണെങ്കിൽ, ഇത് മെയ് ആയിട്ടുള്ളൂ. അപ്പോൾ 9 മാസം മറ്റും ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതെന്ത് അസറ്റാണ്? ഷോർട്ട് ടൈം ആയിട്ടുള്ള ക്യാപിറ്റൽ അസറ്റാണ്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആകുമ്പോൾ നമ്മൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉപയോഗിക്കണം. ഇവിടെ നമ്മൾ ആ ഫോർമുല ഉപയോഗിക്കുമ്പോൾ നമ്മൾ 4 കോമ്പോണൻസ് അതിനകത്ത് കണ്ടു അല്ലേ? 4 കമ്പോണൻസ് അതിനകത്ത് വന്നത്. ഒന്ന് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ, നമ്മൾ പറഞ്ഞു അത് സെല്ലിംഗ് പ്രൈസ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യാം. ഓക്കെ. രണ്ടാമത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, അത് പർച്ചേസ് ചെയ്യുന്ന, അത് കൺസ്ട്രക്ട് ചെയ്യുന്ന കോസ്റ്റ്. നമ്മുടെ ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് ലാൻഡിൻ്റെ പർച്ചേസിന് സമയത്ത് വരുന്ന കോസ്റ്റ് പറയുന്നുണ്ട് ₹10 lakh. പിന്നീട് വല്ല ഇമ്പ്രൂവ്മെൻറ്റ് കോസ്റ്റും ഉണ്ടെങ്കിൽ ഇതിനകത്ത് അങ്ങനെ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും വരുത്തിയിട്ട് പറയുന്നില്ല. ആ ലാൻഡ് വാങ്ങിച്ചു അത് വിൽക്കുന്നു എന്നുള്ളതല്ലാതെ അതിനകത്ത് ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ചൊന്നും പറയുന്നില്ല. പിന്നെ സെല്ലിംഗ് എക്സ്പെൻസസ്, ഇത് വിൽക്കുന്ന സമയത്ത് സെല്ലിംഗ് എക്സ്പെൻസ് വരുന്നതിനെ കുറിച്ചും ഈ ക്വസ്റ്റിനകത്ത് പറയുന്നില്ല, ഈ എക്സാമ്പിളിൽ പറയുന്നില്ല. അപ്പോൾ 2 കാര്യങ്ങൾ ഇതിനകത്തുള്ളൂ. എന്തൊക്കെയുള്ളത്? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ഉണ്ട്, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇതൊരു ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും അല്ലേ? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഈസ് ഈക്വൽ ടു ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ അല്ലേ? 12 ലക്ഷം രൂപയാണ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ആ 12 ലക്ഷം രൂപയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നമുക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മാത്രമേ ഉള്ളൂ. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും സെല്ലിംഗ് എക്സ്പെൻസും ഈ എക്സാമ്പിളിനകത്ത് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 10 ലക്ഷം രൂപയാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. നമ്മൾ ആ എമൗണ്ട് അതിന് ലെസ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഈ 10 ലക്ഷം രൂപയിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 2 ലക്ഷം രൂപയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഷോർട്ട് ടൈം ആയിട്ടുള്ള ക്യാപിറ്റൽ ഗെയിൻ കിട്ടുന്നത്. ഇനി ക്യാപിറ്റൽ ഗെയിൻ പോലെ ക്യാപിറ്റൽ ലോസും വരാം അല്ലേ?
സാധാരണ സംഭവിക്കാറുള്ളതാണ്. ഇപ്പം നമ്മൾ സാധാരണ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്ന കേസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സെയിൽസ് പ്രൈസ് കോസ്റ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ പ്രോഫിറ്റ് ഉണ്ടാവും അല്ലേ? സെയിൽസ് പ്രൈസ് കോസ്റ്റിനേക്കാൾ കുറവാണെങ്കിൽ ലോസ് ഉണ്ടാവും അല്ലേ? ഇവിടെ അങ്ങനെ സംഭവിക്കാം. ഇവിടെ ഇപ്പം എന്താണ്, ഇവിടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്ന എമൗണ്ട് ആണ് ഇവിടെ കൂടുതൽ, അതുകൊണ്ട് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയി അല്ലേ? തിരിച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതേ എക്സാമ്പിൾ തന്നെ നമുക്ക് നോക്കാം. ഈ ലാൻഡിന്റെ കോസ്റ്റ് 13 ലക്ഷം രൂപയായിരുന്നെങ്കിൽ, ഓക്കെ, 13 ലക്ഷം രൂപക്കാണ് ഈ ലാൻഡ് പർച്ചേസ് ചെയ്തിരുന്നത് എങ്കിൽ റിസൾട്ട് എന്താണ് വരിക? നമുക്ക് കാണാൻ പറ്റും, ഷോർട്ട് ടൈം ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 12 ലക്ഷം രൂപയാണ് അല്ലേ? അതിന് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 13 ലക്ഷം നമ്മൾ കുറച്ചാൽ ബാക്കി നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്താണ്? 1 ലക്ഷം രൂപ ലോസ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് വിളിക്കേണ്ടി വരും? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് എന്ന് വിളിക്കേണ്ടി വരും. STCL എന്നാവും അന്നേരം. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ 13 ലക്ഷം രൂപ അല്ലേ? അപ്പോൾ ഇതാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യം ഇതാണ്. നമ്മളിവിടെ അസറ്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണോ, ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണോ? ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ മാത്രമേ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവൂ. അന്നേരം നമ്മൾ ഈ രീതിയിൽ വേണം അതിൻ്റെ ഗെയിന് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസും വരാം. ഈ സമയത്ത് സെയിൽസിൻ്റെ കൺസിഡറേഷൻ എമൗണ്ട് കോസ്റ്റിനേക്കാൾ കുറവാകുന്ന സമയത്ത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസും ഉണ്ടാവും. അപ്പോൾ ഇതാണ് അതിലെ ഒന്നാമത്തെ ഗെയിൻ ആയിട്ടുള്ള ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെ ക്യാപിറ്റൽ ഗെയിനിലേക്ക് വരുമ്പോൾ, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിലേക്ക് വരുമ്പോൾ അല്ലേ, സാധാരണ 3 വർഷത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്യുന്ന അസറ്റാണ് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത്. ചില സെക്യൂരിറ്റി, ലിസ്റ്റ് ചെയ്ത സെക്യൂരിറ്റികളോ സീറോ കൂപ്പൺ ബോണ്ടോ UTIയുടെ യൂണിറ്റോ ഒക്കെ ആകുന്ന സമയത്ത് നമ്മളവിടെ 1 വർഷമാണ് അതിൻ്റെ ടൈം കാണുന്നത്. 1 വർഷത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്യുമ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആവും. നേരത്തെ പറഞ്ഞപ്പോൾ ലിസ്റ്റ് ചെയ്യപ്പെടാത്ത ഷെയർ ആണെങ്കിൽ, അതുപോലെ തന്നെ ലാൻഡോ ബിൽഡിങ്ങോ ആകുന്ന സമയത്ത് 24 മാസമാണ് അതിൻ്റെ ഡ്യൂറേഷൻ. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഹോൾഡ് ചെയ്യുന്ന ഇത്തരം അസറ്റ് ആകുമ്പോൾ അത് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ്. അപ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗെയിനാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ലോസ് ആണ് ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ അതിൻ്റെ വ്യത്യാസം കണ്ടു. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെയും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെയും കാൽക്കുലേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസമുള്ളത് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞത്? അതിനകത്ത് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റുമാണ് വരുന്നത്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിലാകുമ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റുമാണ് ആ സ്ഥാനത്ത് വന്നത് അല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഉപയോഗിക്കുന്നത്? വാട്ട് ഈസ് ദി കേസ് ഓഫ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓർ വാട്ട് ഈസ് ദ കേസ് ഓഫ് ഇൻഡെക്സേഷൻ? എന്തുകൊണ്ട് നമ്മൾ ലോങ് ടൈം ക്യാപിറ്റലിൻ്റെ കേസിൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അല്ലെങ്കിൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഉപയോഗിക്കുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൻ്റെ മറ്റൊരു ആസ്പെക്റ്റിലേക്ക് നമുക്ക് ഇതിനകത്ത് വരാം. ഇവിടെ ലാൻഡ് പർച്ചേസ് ചെയ്യുന്നത് ഓഗസ്റ്റ് 2000-ലാണ്. 2000 ഓഗസ്റ്റ് 25-ാം തീയതിയാണ് 1 ലക്ഷം രൂപയ്ക്ക് ഒരു ലാൻഡ് പർച്ചേസ് ചെയ്തത്. ആ ലാൻഡ് കറന്റ് ഇയർലി ഈ വർഷം 2019 മെയ് 15-ാം തീയതി 2.5 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്ന എമൗണ്ട് 2.5 ലക്ഷം രൂപയാണ്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 1 ലക്ഷം രൂപയാണ്. ഇവിടെയും എന്തില്ല? ഇംപ്രൂവ്മെൻറ്റ് കോസ്റ്റോ സെല്ലിംഗ് എക്സ്പെൻസോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ചെയ്യുകയാണെങ്കിൽ എന്താണ് റിസൾട്ട് വരിക? 2.5 ലക്ഷം മൈനസ് 1 ലക്ഷം, 1.5 ലക്ഷം രൂപ എന്ത് വരും? ക്യാപിറ്റൽ ഗെയിൻ വരും അല്ലേ? പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഈ ലാൻഡ് എന്ന് പറയുന്ന അസറ്റ് ഒരു ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റാണ്. മനസ്സിലായല്ലോ? കാരണം 2000 അല്ലേ, ഇൻ ദ ഇയർ 2000 2000-ലാണ് ഈ അസറ്റ് വാങ്ങിച്ചത്. 19ഓളം വർഷമായിട്ട് ഈ അസറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ലാൻഡോ ബിൽഡിങ്ങോ ആകുമ്പോൾ 2-ൽ കൂടുതൽ വർഷമായാൽ എന്തായി? അത് ലോങ് ടൈം ആയിട്ടുള്ള ക്യാപിറ്റൽ അസറ്റായി. അപ്പോൾ ഇത് ലോങ് ടൈം ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ അസറ്റാണ്. ഇവിടെ നമ്മൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ സാധാ കോസ്റ്റ് എടുക്കുന്നത് ലോജിക്കൽ അല്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ജസ്റ്റ് നമ്മളതിൻ്റെ പ്രസൻറ്റ് വാല്യൂ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണ് പ്രസൻറ്റ് വാല്യൂ കോൺസെപ്റ്റ് ഒക്കെ. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ വരുന്നില്ല. ഇവിടെ സിമ്പിളായിട്ട് പറയുന്നതാണ്, 2019 വർഷം മുമ്പ് 1 ലക്ഷം രൂപയ്ക്ക് നമ്മളൊരു ലാൻഡ് വാങ്ങിച്ചാൽ ആ ലാൻഡ് നമ്മൾ ഈ വർഷം വിൽക്കുമ്പോൾ അതിൻ്റെ കോസ്റ്റ് നമുക്ക് 1 ലക്ഷമാണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും അല്ല അല്ലേ? കാരണം 1 ലക്ഷം രൂപയ്ക്ക് നമ്മൾ അന്ന് ലാൻഡ് വാങ്ങിച്ചെങ്കിൽ ആ ലാൻഡ് ഇന്ന് വാങ്ങിക്കണമെങ്കിൽ 1 ലക്ഷം രൂപ കൊടുത്താൽ പോരാ. അപ്പോൾ അതുകൊണ്ട് പണ്ടത്തെ ആ വാല്യൂ വെച്ച് നമ്മൾ അതിൻ്റെ ഡിഫറൻസ് എടുത്തു കഴിയുമ്പോൾ
ഒരു വലിയ എമൗണ്ട് ക്യാപിറ്റൽ ഗെയിൻ വരും എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ, കൂടുതൽ എമൗണ്ട് അസസി ടാക്സ് ലയബിലിറ്റി അസസിക്ക് ഉണ്ടാവും, ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഇത് ഇല്ലോജിക്കലാണ്. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് വാല്യൂ കോൺസെപ്റ്റ് അല്ലേ, TVM ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ ഇതിനകത്ത് പരിഗണിക്കണം. അപ്പോൾ അത് പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്ന വാക്ക് അതിനകത്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും കണ്ടു. അത് രണ്ടും കമ്പ്യൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ ഒരു CII ഫോർ ദി ഇയർ ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു ഫിഗർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ CII എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഷോർട്ട് ഫോം ഓഫ് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ടേമിൻ്റെ ഷോർട്ട് ഫോമാണ് CII എന്ന് പറയുന്നത്. അപ്പോൾ അത് വിൽക്കുന്ന വർഷത്തെ ഇൻഡെക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അസറ്റ് വാങ്ങിയ വർഷത്തെ, നിർമ്മിച്ച വർഷത്തെ ഇൻഡെക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കിട്ടുക. അതേപോലെ തന്നെ ഈ അസറ്റ് വിൽക്കുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന വർഷമുള്ള ഇൻഡെക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇംപ്രൂവ്മെൻറ്റ് കോസ്റ്റ് വരുത്തിയ ആ വർഷമുള്ള ഇൻഡെക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്താണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് കിട്ടുക. ഇനി ഇൻഡെക്സേഷൻ്റെ പ്രസക്തി എന്താണ്? വാട്ട് ഈസ് ദ കേസ് ഓഫ് ഇൻഡെക്സേഷൻ? സിംപ്ലി വി ക്യാൻ സേ ഇൻഡെക്സേഷൻ ഈസ് ദി പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ട്രാൻസ്ഫേർഡ് അസറ്റ് ഓൺ ദി ബേസിസ് ഓഫ് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്ന CBDT അനൗൺസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഓരോ വർഷവും അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇൻഡെക്സ് ആണ് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്ന ഇൻഡെക്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യാണ്, ട്രാൻസ്ഫർ ചെയ്യുന്ന അസറ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യുന്നു അല്ലേ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ 2000 എന്ന് പറയുന്ന ആ വർഷം ഒരു അസറ്റ് നമ്മൾ 1,00,000 രൂപക്ക് വാങ്ങിച്ചെങ്കിൽ 2019 ആ അസറ്റ് വിൽക്കുന്ന സമയത്തിൻ്റെ പ്രസൻറ്റ് വാല്യൂ എത്രയുണ്ട്, നമുക്ക് ആ വാല്യൂ കിട്ടണം. അപ്പോൾ ആ 1,00,000 എന്ന് പറയുന്ന വാല്യൂവിൽ നിന്ന് നമുക്ക് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂക്ക് എത്തണം അല്ലേ. ആ പ്രസൻറ്റ് വാല്യൂക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഇൻഡെക്സ് ഉപയോഗിക്കണം. ആ ഇൻഡെക്സ് ആണ് CII, കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓരോ വർഷവും നമ്മുടെ ഇൻഫ്ലേഷൻ അനുസരിച്ചുള്ള, ഓരോ വർഷവും നമുക്ക് ഇൻഫ്ലേഷൻ ലെവലിൽ വരുന്ന ചേഞ്ച് ഉണ്ടാവും അല്ലേ. ആ പർച്ചേസിങ് പവറിൻ്റെ ചേഞ്ചിനനുസരിച്ച് കൊണ്ടുള്ള ഇൻഡെക്സുകൾ ഓരോ വർഷവും എന്ത് ചെയ്യും, CBDT ഇഷ്യൂ ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും. ആ ഇൻഡെക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ 2 ഇൻഡെക്സുകൾ ഉപയോഗിക്കും. ഇപ്പോൾ ഇൻ ദി കേസ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വി ഹാവ് 2 ഇൻഡെക്സസ് അല്ലേ. ഒന്നെന്താണ്, ഫസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇൻഡെക്സ് ഫോർ ദി ഇയർ ഓഫ് ട്രാൻസ്ഫർ. നമ്മൾ ആ അസറ്റ് വിൽക്കുന്ന വർഷം ഏതാണോ ആ ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഇൻഡെക്സ്. രണ്ടാമത് ആ അസറ്റ് വാങ്ങിയ അല്ലെങ്കിൽ നിർമ്മിച്ച ആ വർഷത്തേക്കുള്ള ഇൻഡെക്സ്. 2 ഇൻഡെക്സ് വേണം അല്ലേ. അതിൽ നമ്മൾ വിൽക്കുന്ന വർഷത്തെ ഇൻഡെക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അസറ്റ് വാങ്ങിയ അല്ലെങ്കിൽ നിർമ്മിച്ച വർഷത്തെ ഇൻഡെക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് കിട്ടുന്ന കോസ്റ്റ് ഓഫ് അക്വിസിഷനെയാണ് നമ്മൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയാം. അപ്പോൾ 2017 ജൂണിൽ ഒരു പുതിയ CII ടേബിള് CBDT സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് പുറത്തിറക്കിയിട്ടുണ്ട്. 2001-2 വർഷം ബേസ് ഇയർ ആയിട്ടാണ് ആ ഒരു ഇൻഡെക്സ് തുടങ്ങുന്നത്. ഇപ്പോൾ നിങ്ങളൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ ഇൻഡെക്സ് നമ്പർ പഠിച്ചിട്ടുള്ളതാണ്. നമുക്കതൊരു ബേസ് ഇയർ ഉണ്ടാവും അല്ലേ. ഒരു ബേസ് ഇയർ എടുത്തിട്ട് നമ്മൾ ആ ബേസ് ഇയറിന്ന് പിന്നെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ വർഷത്തെയും ഇൻഡെക്സിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതേപോലെ 2001-2 വർഷത്തെ ബേസ് ഇയറായി കണക്കാക്കി ആ വർഷത്തെ ഇൻഡെക്സ് 100 ആണ്. 2001-2 വർഷം കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 100 ആണ് എന്ന് പറയുമ്പോൾ അർത്ഥം 2001-2 ഫിനാൻഷ്യൽ ഇയറും അതിന് മുമ്പുള്ള ഏത് വർഷമാണെങ്കിലും ഇൻഡെക്സ് എത്രയായിരിക്കും, 100 ആയിരിക്കും. 2001-2 മുമ്പുള്ള ഏത് വർഷങ്ങളാണെങ്കിലും CII 100 ആണ്. 2002, 3, 3, 4 അങ്ങനെ തുടങ്ങി പിന്നെ ഓരോ വർഷത്തേക്കും എന്തുണ്ടാകും, ഈ 100-ൽ നിന്ന് ഇൻഫ്ലേഷൻ്റെ റേറ്റിനനുസരിച്ച് ഇൻഡെക്സ് കൂടുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഓരോ വർഷത്തേക്കുമുള്ള ഇൻഡെക്സിൻ്റെ ടേബിൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ടേബിൾ ഒന്ന് കാണിക്കാം. ഇത് 2018-19 വർഷം മുതൽ, അതിപ്പോൾ 2017 പുതിയ ടേബിൾ ഇഷ്യൂ ചെയ്തെന്ന് പറഞ്ഞു. 2018-19 വർഷം മുതൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള ടേബിളാണത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2001-2 സ്റ്റാർട്ട് ചെയ്തു. മുമ്പ് നമുക്ക് ഇൻഡെക്സ് അവൈലബിൾ അല്ല. അപ്പോൾ 2001-2 വർഷം ബേസ് ഇയർ ആയതുകൊണ്ട് ആ വർഷം ഇൻഡെക്സ് 100 ആണ്. പിന്നീട് നമുക്ക് ഓരോ വർഷവും ഇൻഫ്ലേഷൻ വന്ന മാറ്റത്തിനനുസരിച്ച് വന്നിട്ടുള്ള ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും അല്ലേ.
2002-03 ആകുമ്പോൾ 105 109 113 അങ്ങനെ വന്ന് 2019-20 നമ്മുടെ കറണ്ട് പ്രീവിയസ് ഇയർ 2019-20 അല്ലേ. 2019-20 ആകുമ്പോൾ എത്രയാണ്? 289. അപ്പൊ 2019-20 വർഷത്തേക്കുള്ള നമ്മൾ എല്ലാ സമയത്തും ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഇൻറ്റു CII ഫോർ ഇയർ ഓഫ് ട്രാൻസ്ഫർ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ നമ്മൾ തരുന്ന എല്ലാ എക്സാമ്പിളിലും പ്രത്യേകത ആയിരിക്കും, എല്ലാം ഈ വർഷം വിൽക്കുന്ന അസറ്റിന്റെ കേസോ പറയുന്നുണ്ടാകുക. അപ്പൊ അതുകൊണ്ട് എല്ലാ സമയത്തും നമ്മൾ CII ഫോർ ഇയർ ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഇൻഡെക്സ് എടുക്കുമ്പോൾ അത് 289 എടുക്കേണ്ടത്. താഴെ വരുന്ന ഇൻഡെക്സ് ഉണ്ട് CII ഫോർ ഇയർ ഓഫ് അക്വിസിഷൻ, CII ഫോർ ഇയർ ഓഫ് ഇംപ്രൂവ്മെന്റ്. അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? അതാത് വർഷങ്ങളിൽ ടേബിളിൽ നോക്കണം. അല്ലേ 2014-15 വാങ്ങിച്ചതാണെങ്കിൽ 2014-15 240 ഇൻഡെക്സ് അല്ലേ. 2001-02 ആണെങ്കിൽ 100, 2001-02 മുമ്പാണെങ്കിലും 100. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും എന്തായിരിക്കും? നമ്മളെ കറന്റ് ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഇൻഡെക്സ് ആയിട്ട് 289 ആയിരിക്കും. ഡിവൈഡ് ചെയ്യുന്ന ഇൻഡെക്സ് നമ്മൾ ഈ ടേബിളകത്ത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇതിനകത്ത് അഡ്വാൻസ് ആയിട്ട് നമ്മൾ 2020-21 വർഷത്തേക്കുള്ള 301 തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ബോധം ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ തൽക്കാലം ബാധിക്കുന്നില്ല. 2019-20 വരെയുള്ള ഇൻഡെക്സുകളാണ് നമുക്ക് തൽക്കാലം ആവശ്യമുള്ളത്. അപ്പോൾ ഇതാണ് CII ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻഡെക്സേഷൻ്റെ കേസ്. ഈ ഇൻഡെക്സേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആകുമ്പോഴാണ് നമ്മൾ ഇൻഡെക്സ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ അതിനെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത് അല്ലേ. ഇനി ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിലും ചില അസറ്റിന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻഡെക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ നമ്മൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിലും കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻഡെക്സേഷൻ കൂടാതെ ഷോർട്ട് ടൈം ഗെയിൻ പോലെ തന്നെ ചെയ്താൽ മതി. ഏതെല്ലാം കേസിലാണ് ഇൻഡെക്സേഷൻ ഇല്ലാത്തത്? ലോങ് ടൈം ബോണ്ട്സ് ഓർ ഡിബെഞ്ചേഴ്സ് ബീങ് ക്യാപിറ്റൽ അസറ്റ്. ലോങ് ടൈം ആയിട്ടുള്ള ബോണ്ടോ ഡിബെഞ്ചറോ ആണ് ക്യാപിറ്റൽ അസറ്റ് എങ്കിൽ, ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്ന അസറ്റ് ലോങ് ടൈം ആയിട്ടുള്ള ഡിബെഞ്ചറോ ബോണ്ടോ ആണ്. അങ്ങനെയാണെങ്കിൽ അത് ലോങ് ടൈം ആണെങ്കിലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? കോസ്റ്റിനെ ഇൻഡെക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ചെയ്യുന്നത് പോലെ തന്നെ അതിന്റെ കോസ്റ്റ് ജസ്റ്റ് എടുത്താൽ മതി. ബട്ട് അപ്ലിക്കബിൾ ടു ഇൻഡെക്സ്ഡ് ബോണ്ട്സ് ഇഷ്യൂഡ് ബൈ ഗവൺമെന്റ് ഓർ സോവറിൻ ഗോൾഡ് ബോണ്ട്. നമ്മൾ ഈ ലോങ് ടൈം ബോണ്ട് ഇൻഡെക്സേഷൻ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ തന്നെ ചില ബോണ്ടുകളുണ്ട്. എക്സാമ്പിൾ എന്താണ്? ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഇൻഡെക്സ്ഡ് ബോണ്ട്, ആ ബോണ്ടിന്റെ പേരിനെ ഇൻഡെക്സ്ഡ് ബോണ്ട് എന്നാണ്. അപ്പൊ ഇൻഡെക്സ്ഡ് ബോണ്ടോ സോവറിൻ ഗോൾഡ് ബോണ്ടോ ആണെങ്കിൽ, ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഇൻഡെക്സ്ഡ് ബോണ്ടോ സോവറിൻ ഗോൾഡ് ബോണ്ടോ ആണെങ്കിൽ അത് ബോണ്ട് ആണെങ്കിലും ലോങ് ടൈം ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അത് ഇൻഡെക്സ് ചെയ്യണം. അപ്പോൾ ലോങ് ടൈം ആയിട്ടുള്ള ഈ രണ്ട് ഇൻഡെക്സ്ഡ് ബോണ്ടും അതുപോലെ തന്നെ സോവറിൻ ഗോൾഡ് ബോണ്ടും മാത്രമേ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ? ഇൻഡെക്സേഷൻ നടത്തേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെയുള്ള ലോങ് ടൈം ആയ ബോണ്ടോ ഡിബെഞ്ചറോ ആകുമ്പോൾ അതിന്റെ കോസ്റ്റ് ഇൻഡെക്സ് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും റിസൾട്ട്, പക്ഷേ നമ്മൾ അതിന്റെ കോസ്റ്റിന്റെ ഇൻഡെക്സേഷൻ നടത്താതെ തന്നെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്ന ഫോർമുല വെച്ചുകൊണ്ട് നമുക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലേക്ക് നമുക്കൊന്ന് വരാം അല്ലേ. ഇതിപ്പോൾ ഒരു ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ് നമ്മൾ പറഞ്ഞു. 2019 മെയ് 15 അസറ്റ് വിൽക്കുന്നത് 2.5 ലക്ഷം രൂപക്കാണ് വിൽക്കുന്നത്. അത് വാങ്ങിച്ചത് 2000 ഓഗസ്റ്റ് 25 എന്ന് പറയുമ്പോൾ 19ഓളം വർഷം 18 ചില്ലാനം വർഷം എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലോങ് ടൈം ആയിട്ടുള്ള ക്യാപിറ്റൽ അസറ്റ് ആണ്. അപ്പോൾ നമ്മൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. വി ഹാവ് ടു കമ്പ്യൂട്ട് ദി ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഫോർമുല എന്താണെന്ന് പറഞ്ഞു? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ അല്ലേ. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ മൈനസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്, സെല്ലിംഗ് എക്സ്പെൻസസ്. ഇവിടെ പക്ഷെ നമുക്ക് ഇംപ്രൂവ്മെന്റ് കോസ്റ്റും ഇല്ല, സെല്ലിംഗ് എക്സ്പെൻസും ഇല്ല. എന്ത് മാത്രമേ ഉള്ളൂ? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞു നമ്മൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈസ് ഈക്വൽ ടു എങ്ങനെയായിരുന്നു? ഇതിനകത്ത് കാണാം അല്ലേ. നമ്മളെങ്ങനെ കമ്പ്യൂട്ട് ചെയ്തത്? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു CII ഫോർ ഇയർ ഓഫ് ട്രാൻസ്ഫർ ഡിവൈഡഡ് ബൈ CII ഫോർ ഇയർ ഓഫ് അക്വിസിഷൻ. അപ്പോൾ നമ്മൾ ആദ്യം കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എടുക്കണം അല്ലേ. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ലാൻഡ് വാങ്ങുന്നത് 1 ലക്ഷം രൂപക്കാണ്, അതാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 1 ലക്ഷം അല്ലേ. ഇൻറ്റു എന്ത് ചെയ്യണം? അതിനെ നമ്മൾ CII ഫോർ ഇയർ ഓഫ് ട്രാൻസ്ഫർ, ഈ അസറ്റ് വിൽക്കുന്ന ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഇൻഡെക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2019 മെയിൽ വിൽക്കുക എന്ന് പറയുമ്പോൾ 2019-20 പ്രീവിയസ് ഇയർ ആണ് അല്ലേ. അപ്പോൾ 2019-20 പ്രീവിയസ് ഇയറിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഇൻഡെക്സ് ആണത്. ഏതാണത്? 289 അല്ലേ.
അപ്പോൾ 289 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, 289. ദെൻ ഡിവൈഡഡ് ബൈ CII ഫോർ ഇയർ ഓഫ് അക്വിസിഷൻ. ഇത് വാങ്ങിച്ച വർഷമുള്ള ഇൻഡെക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2000 ഓഗസ്റ്റ് 25 വാങ്ങിച്ചത് അല്ലേ? 2001 വർഷമാണ് ഈ ലാൻഡ് വാങ്ങിച്ചത്. അപ്പോൾ 2001 വർഷത്തേക്കുള്ള ഇൻഡെക്സ് നമ്മൾ നോക്കിയാൽ നമുക്ക് ഇതിനകത്ത് കിട്ടില്ല. 2001 മുതലേ ഇൻഡെക്സ് ഉള്ളൂ, അതിന് മുമ്പുള്ള ഇൻഡെക്സ് ഒന്നും അവൈലബിൾ അല്ല അല്ലേ? നേരത്തെ ഞാൻ പറഞ്ഞു 2001-2 വർഷം ബേസ് ഇയർ ആയതുകൊണ്ട് തൊട്ട് മുമ്പുള്ള എല്ലാ വർഷങ്ങളും എന്താണ് ബേസ് ഇയറിലെ ഇൻഡെക്സ് 100 തന്നെ ഉപയോഗിക്കണം. അതുകൊണ്ട് ഈ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 100 ഇൻഡെക്സ് ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് എത്രയാണ്? 1,00,000 × 289/100. നമുക്ക് 2,89,000 രൂപയാണ് നമുക്ക് എന്ത് കിട്ടുക, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കിട്ടുക. ഇനി നമ്മൾ ലോങ് ടൈം ക്യാപിറ്റലിൻ്റെ കാൽക്കുലേഷനിലേക്ക് വന്നാൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഈസ് ഈക്വൽ ടു അല്ലേ, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എത്രയായിരുന്നു? 2,50,000 രൂപയാണ്, ₹2,50,000 മൈനസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ₹2,89,000. റിസൾട്ട് എന്താണ് വരിക? 2,50,000 നിന്ന് 2,89 കുറക്കണം അല്ലേ, മൈനസ് ആണ് വരിക അല്ലേ, -39,000 ആണ് വരിക അല്ലേ. മൈനസ് ആകുമ്പോൾ അതെന്താണ്? ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് ആണ്. അപ്പോൾ നമുക്കിതിന് ഡിഫറൻസ് ഒന്ന് മനസ്സിലാവും. നമ്മൾ ഇൻഡെക്സ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? 2,50,000 മൈനസ് 1,00,000, 1,50,000 രൂപ എന്താണ് വരിക? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് വരിക. ഈ അസസ് ഇന്ത്യൻ ടാക്സ് കൊടുക്കണം അല്ലേ, അത്രയും എമൗണ്ട് ടാക്സ് കൊടുക്കണം. ഇവിടെ നമ്മൾ ഇൻഡെക്സ് ചെയ്യുമ്പോൾ എന്ത് മാറ്റം സംഭവിച്ചു? ഇൻഡെക്സ് ചെയ്തപ്പോൾ നമുക്കതിൻ്റെ യഥാർത്ഥ കോസ്റ്റ് നമുക്ക് കിട്ടി, അത് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ യഥാർത്ഥ റിസൾട്ട് കിട്ടി. അപ്പോൾ അത് ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് ആണ് അല്ലേ, ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് ആണ് ₹39,000 വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ഒരു അസസ്സിയുടെ ഷോർട്ട് ടേമോ ലോങ് ടേമോ ആയിട്ടുള്ള ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.